നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വലിയൊരു ശതമാനം ഓഹരികൾ വിദേശ കമ്പനിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിവാദം കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പിന്റെ കൈവശമുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ രാജ്യാന്തര കപ്പൽ കമ്പനിയായിട്ടുള്ള MSCക്ക് കൈമാറാനുള്ള നീക്കമാണ് നിലവിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊണ്ടും ഒത്തുകളിച്ചുകൊണ്ടുമാണ് ഈ നിർണായകമായിട്ടുള്ള ഇടപാട് ഇവിടെ നടക്കുന്നതെന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് CPM-ഉം പ്രതിപക്ഷവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിവാദങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ നാടകങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിൽ പ്രതിപക്ഷ ക്യാമ്പിനെ കൃത്യമായ രേഖകളും തെളിവുകളും സഹിതം പ്രതിരോധത്തിലാക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിച്ച CPM-ന് തങ്ങളുടെ സ്വന്തം മുഖപത്രത്തിലെ മുൻകാല റിപ്പോർട്ടുകൾ തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയ്ക്കാണ് ഇതോടെ കേരളം സാക്ഷ്യം വഹിച്ചത്. തുറമുഖ ഓഹരി ഇടപാടിൽ സർക്കാരിനെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങൾക്കും അതിശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകിയത്. മുൻപ് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ജൂൺ 5-ാം തീയതി പുറത്തു വന്ന CPM മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയുടെ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പൊളിച്ചടുക്കിയത്. അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ഓഹരികൾ MSC കമ്പനിക്ക് കൈമാറുന്നത് മുൻ LDF സർക്കാരിൻ്റെ കാലത്തെ വലിയൊരു വികസന നേട്ടമാണെന്ന് വാഴ്ത്തിപ്പാടിക്കൊണ്ടായിരുന്നു ജൂൺ 5-ന് ദേശാഭിമാനിയിൽ പ്രധാന വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നത്. മാത്രമല്ല, ഈ നിർണായക ഇടപാടിനായുള്ള ഔദ്യോഗിക ചർച്ചകളും ആസൂത്രണങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി കൃത്യമായി നടന്നു വരികയായിരുന്നുവെന്ന് പത്രത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പുതിയ MD ഈ തസ്തികയിൽ ചുമതലയേൽക്കുന്നതിന് വളരെ മുൻപ് തന്നെ, അതായത് ജൂൺ 5-ാം തീയതി തന്നെ ഈ വിവാദ ഇടപാടിൻ്റെ നിർണായക കാര്യങ്ങളൊക്കെ തന്നെ ദേശാഭിമാനി എങ്ങനെ അറിഞ്ഞു എന്ന മുഖ്യമന്ത്രിയുടെ തറപ്പിച്ചുള്ള ചോദ്യത്തിന് മുന്നിൽ CPM നേതൃത്വത്തിന് കൃത്യമായ മറുപടിയില്ലാതെയായി. പ്രതിപക്ഷവും CPM-ഉം ആരോപിക്കുന്നത് പോലെ ഈ ഒരു ഒത്തുകളി അത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാലത്തുണ്ടായതല്ലെന്നും മറിച്ച് മുൻ LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും മുഖ്യമന്ത്രി തെളിവുകൾ നിരത്തിക്കൊണ്ട് സ്ഥാപിച്ചു. മുൻ സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനി നേരിട്ട് പങ്കെടുത്ത വിവരവും ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ തന്നെ നടന്നതെന്ന വസ്തുതയും അദ്ദേഹം പുറത്തുവിട്ടു. സ്വന്തം പാർട്ടി പത്രം തന്നെ തങ്ങൾക്കെതിരെ വലിയൊരു കെണിയായി മാറിയതോടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരണം നൽകേണ്ടി വന്നിരിക്കുകയാണ്. പൊതുവേദിയിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഉയർത്തിയ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾക്കും വസ്തുതകൾക്കും ഒക്കെ തന്നെ മുന്നിൽ ഇപ്പോൾ പാർട്ടി പത്രത്തിന് സംഭവിച്ച ഗുരുതരമായിട്ടുള്ള വീഴ്ച അംഗീകരിക്കാനും അതിനെ പരസ്യമായി തള്ളിപ്പറയാനും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി നിർബന്ധിതനാവുകയായിരുന്നു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ അച്ചടിച്ചു വന്ന വാർത്ത അത് തികച്ചും തെറ്റായ ഒരു നടപടിയായിരുന്നുവെന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ തുറന്നു സമ്മതിച്ചു. ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ള വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ വിവാദങ്ങളെക്കുറിച്ചോ ദീർഘവീക്ഷണമില്ലാതെയാണ് പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വിഭാഗം ആ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി പത്രത്തിന് സംഭവിച്ച ഈ വലിയ വീഴ്ചയെ യാതൊരു കാരണവശാലും ന്യായീകരിക്കുന്നില്ലെന്ന് കൈകൂപ്പിക്കൊണ്ട് വ്യക്തമാക്കുമ്പോഴും മുഖ്യമന്ത്രി ഉന്നയിച്ച നുണകൾക്കും ആക്ഷേപങ്ങൾക്കും മുന്നിൽ പാർട്ടിയുടെ ഇരട്ടത്താപ്പല്ല വെളിപ്പെട്ടിരിക്കുന്നത് എന്ന പ്രതിരോധ ലൈനാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു ദിനപത്രത്തിൽ എല്ലാ വാർത്തകളും എപ്പോഴും കൃത്യമാകണമെന്നില്ലെന്നും ചില സമയങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരന്തരമായി വാർത്തകൾ തെറ്റിക്കുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്യുന്നത് മറ്റ് മുൻനിര മാധ്യമങ്ങളാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുടെ മുഖം രക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തെ എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെക്കുറിച്ച് MSC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളൊക്കെ തന്നെ വളരെ മുൻപ് തന്നെ ആലോചനകൾ നടത്തി വരുന്നുണ്ടായിരുന്നുവെന്നാണ് CPM-ന്റെ പുതിയ വാദം. ഇത്തരം വലിയ ബിസിനസ് ചർച്ചകളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ലെന്നും അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ കാണേണ്ടതെന്നും പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു. സാധാരണ നിലയിൽ ഒരു കമ്പനിയുടെ 25% താഴെയുള്ള ഓഹരികൾ വിൽക്കാൻ സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയുടെയൊക്കെ ആവശ്യമില്ല. എന്നാൽ അദാനി ഗ്രൂപ്പിൻ്റെ കൈവശമുള്ള ഓഹരികളുടെയൊക്കെ തന്നെ 49% വലിയൊരു പങ്ക് വിദേശ കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ അത് വലിയൊരു നയപരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുകയും സംസ്ഥാന സർക്കാർ അത് കൃത്യമായി അറിയേണ്ടതുണ്ടായതുമാണ്. എന്നാൽ ഈ ഇടപാട് സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായിട്ടും ഇരുട്ടി നിർത്തിക്കൊണ്ടാണ് നടന്നതെന്ന കാര്യത്തിലാണ് ഭരണപക്ഷം ഇപ്പോൾ ഊന്നി പറയുന്നത്. ഈ വിവാദപരമായിട്ടുള്ള ചർച്ചകൾ എപ്പോൾ നടന്നു എന്നതിനേക്കാൾ സംസ്ഥാന ഭരണകൂടം അറിയാതെ എങ്ങനെയാണ് ഈ ഫയലുകളും അനുമതികളുമൊക്കെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തിയത് എന്നതിനെയാണ് CPM ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ജൂൺ 29, 30 തീയതികളിൽ തന്നെ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഈ കാര്യങ്ങൾ എത്തുകയും ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ജൂൺ അവസാനത്തോടെ ഇംഗ്ലീഷ് പത്രങ്ങളിലും മറ്റ് മുൻനിര പ്രാദേശിക മാധ്യമങ്ങളിലും ഇതേക്കുറിച്ചുള്ള സൂചനകളൊക്കെ തന്നെ വാർത്തയായി വന്നിരുന്നതായിട്ടും അതിനുശേഷമാണ് 5-ാം തീയതി ദേശാഭിമാനി ഈ വാർത്ത നൽകിയതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു.
പത്രത്തിന് വാർത്തയുടെ ആഴം മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി എന്നത് സത്യമാണെങ്കിലും ഇതിൻ്റെ മറവിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾ അനുവദിക്കില്ലെന്നാണ് ഭരണപക്ഷ ക്യാമ്പിൻ്റെ നിലപാട്. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ തുറമുഖ ഓഹരി വിവാദം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ഉയർത്തുമെന്ന സൂചനയാണ് ഇരുപക്ഷത്തു നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.